ഹലോ ഹായ് എന്തൊക്കെ. അപ്പോൾ ഇന്ന് രാവിലെ മുതലുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോ രാവിലെ എണീക്കുമ്പോൾ തന്നെ ആ ബെഡ്ഷീറ്റൊക്കെ ഒന്നും ആരും ഇല്ലയെന്നുണ്ടെങ്കിൽ വിരിച്ച് വരികയാണെങ്കിൽ വൃത്തിയുണ്ടാവും, ഇല്ലെങ്കിൽ പിന്നെ അങ്ങനെ. അപ്പോൾ മുറ്റം നിറയെ ചപ്പാണ്, കാറ്റും മഴയൊക്കെ കാരണം മുറ്റത്ത് നിറയെ ചപ്പാണ്. വീടിൻ്റെ ഒരു സൈഡ് റബ്ബറാണ് കേട്ടോ. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇങ്ങനെ നിറയെ ഇലകളൊക്കെ വീഴും. അപ്പോൾ ചില സീസണൊക്കെ ആയാൽ മുറ്റത്ത് നിറയെ കാണാത്ത രീതിയിൽ ഇലകളൊക്കെ വീണിട്ടുണ്ടാവും. എന്നാലും വീട്ടിലിരിക്കാൻ നല്ല തണുപ്പായിരിക്കാം, ചുറ്റിലും ഇങ്ങനെ മരം ഉണ്ടാവും കൊണ്ടേ. അപ്പോൾ ഞങ്ങൾ മൂന്നാളും കൂടെ അത് അടിച്ചെടുക്കുക കേട്ടോ. ഞാനും എൻ്റെ മറ്റേ 2 മക്കളും കൂടിയിട്ട് സ്കൂൾക്ക് പോകുന്നതിൻ്റെ മുമ്പേ മൂന്നാളും കൂടെ ഓരോ സൈഡ് അടിച്ചോരി എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കഴിയും. മറ്റേത് ഒരാൾ തന്നെയാണെങ്കിൽ ഒരുപാട് ടൈം എടുക്കും കേട്ടോ. കോരിക്കളയാനും ഉണ്ടാവും അത്യാവശ്യം ഇലകളൊക്കെ. പിന്നെ അവർക്ക് പറ്റണ പോലെയൊക്കെ എന്നെ സഹായിക്കും. സ്കൂൾക്ക് പോകുന്നതിൻ്റെ മുമ്പായതുകൊണ്ട് എളുപ്പം പിന്നെ അത് ചെയ്തു തരികയാണ്. പറ്റണ പോലെയൊക്കെ സഹായിക്കും കേട്ടോ, പ്രത്യേകിച്ച് പിന്നെ മുറ്റടിച്ച് വരാനൊക്കെ. അങ്ങനെ മുറ്റൊക്കെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതഞ്ഞിപ്പോൾ അടുത്ത കാറ്റും മഴയൊക്കെ വരുന്നത് വരെ. എന്നാലും കോഴികളെയൊക്കെ വിട്ടു. പിന്നെ രാവിലെ ചായയും കടികളൊന്നും ഉണ്ടാക്കണ്ടല്ലോ, വൈകുന്നേരത്തെ ഉണ്ടാവും. ഞങ്ങൾ മൂന്നാളും നോമ്പെടുക്കും കേട്ടോ. ചിലപ്പോൾ ചെറിയ ആൾക്ക് പിന്നെ ഉണ്ടാവില്ല, രണ്ടാൾക്ക് എന്തായാലും ഉണ്ടാവും. പിന്നെ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളെ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്കൊന്ന് ചെയ്തിട്ട് കാണണം കേട്ടോ. ഇതിൻ്റെ പുതിയ ചാനലൊന്നുമല്ല, പഴയ ചാനൽ തന്നെയാണ്. പിന്നെ എൻ്റെ തോഹ ചെറിയ കുട്ടിയാകുമ്പോഴൊക്കെ ഞാൻ ഇതിൽ വ്ളോഗും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ചാനൽ പോയി ബ്ലോക്കായി. പിന്നെ അതിൻ്റെ ഇടയിൽ ഫോണൊന്ന് മിസ്സായി, ചേഞ്ച് ആയപ്പോൾ പാസ്വേഡൊക്കെ മറന്നു. പാസ്വേഡ് ഞാനല്ല ചാനൽ ഫസ്റ്റ് റെഡിയാക്കിയത്, വേറൊരാളായിരുന്നു എനിക്ക് ശരിയാക്കി തന്നത്. അപ്പോൾ അയാളടിച്ച പാസ്വേഡ് എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ പാസ്വേഡും കാര്യങ്ങളൊക്കെ വേണമെന്നും അത് എന്താ എഴുതി വെക്കണം എന്നുള്ളതൊക്കെ പിന്നീടാണ് അറിയണത്. അങ്ങനെ ഫോൺ മാറിയപ്പോൾ ചാനൽ കിട്ടാതെ, പിന്നെ കുറേ വീഡിയോസൊക്കെ അങ്ങനെ ബ്ലോക്കായി. അങ്ങനെ കുറേ മാസങ്ങൾക്ക് ശേഷമാണ്, ഇപ്പോൾ അടുത്താണ് എനിക്ക് ഈ ചാനലൊന്ന് റിക്കവറായിട്ട് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഞാൻ കുറേ യൂട്യൂബിനെ കുറിച്ചിട്ട് കുറേ യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്യും. കുറേ കാര്യങ്ങളൊക്കെ എങ്ങനെ വീഡിയോസ് ഇടണം, അപ്ലോഡ് ചെയ്യണം, അങ്ങനെയുള്ളതൊക്കെ ഇങ്ങനെ ഓരോന്ന് നോക്കി ശ്രദ്ധിച്ച് മനസ്സിലാക്കി വരികയായിരുന്നു. അപ്പോഴത്തേനാണ് അതങ്ങനെ മിസ്സായത്. അപ്പോൾ പിന്നെ അങ്ങനെയൊക്കെ ഞാൻ ഇതിൽ വ്ളോഗും, ഞാനും എൻ്റെ മക്കളും ഫാമിലി അങ്ങനെയൊക്കെയുള്ള വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ താല്പര്യമാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഒന്ന് ലൈക്ക് അടിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഒന്ന് ചാനലൊന്ന് ശരിയായി കിട്ടും. പിന്നെ ഇപ്പോൾ യൂട്യൂബ് കാണാത്തവരാരും ഉണ്ടാവില്ലല്ലോ. ചെറിയ മക്കൾ മുതൽ നമ്മളൊക്കെ യൂട്യൂബ് കാണുന്നത് തന്നെയല്ലേ, യൂട്യൂബും ഷോർട്സും റീൽസൊക്കെ കാണുന്നത് തന്നെയല്ലേ. അപ്പോൾ ഫാമിലി വ്ളോഗായിട്ടുള്ള ഓരോ വീഡിയോസ് ആയിരിക്കും എൻ്റെ ഉണ്ടാവുക. അതുകൊണ്ട് പിന്നെ ആർക്കും ആണെങ്കിലും കാണാം, ഫാമിലി ആയിട്ടിരുന്ന് കാണാം, ഒന്നും കുഴപ്പമുണ്ടാവില്ല. പിന്നെ എനിക്ക് യൂട്യൂബിൽ വീഡിയോ ഇടുക, അത് കാണുക, നോക്കുക, അതൊക്കെ ചെയ്യണത് എനിക്കിഷ്ടമുള്ള കാര്യം കേട്ടോ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ താല്പര്യം ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിന് അങ്ങനെ ഒരിഷ്ടം. അപ്പോൾ വീഡിയോസൊക്കെ ഇടും. നിങ്ങൾക്ക് പറ്റണ പോലെ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അൽഹംദുലില്ലാഹ് ഒന്ന് റീച്ചായി കിട്ടും. അങ്ങനെയൊക്കെ. അപ്പോൾ അതാ കറി ആയിട്ടുണ്ട് കേട്ടോ. കറി ഞാൻ ബീഫ് കുക്കറിൽ വേവിച്ചിട്ട് ഞാൻ ഉള്ളിയും തക്കാളിയും മസാലകളും പൊടികളൊക്കെ ഞാൻ അടുപ്പിൽ വേവിച്ചിട്ട് അതിലേക്ക് കൊട്ടിയങ്ങാണ്ട് പിന്നെ അങ്ങോട്ട് തിളച്ചിട്ട് അങ്ങനെ വെന്ത് കിട്ടിക്കോളും. വെന്തിട്ടുണ്ട്, ഒന്ന് തിളച്ചാൽ അങ്ങനെ ഒന്നും കൂടെ ഒന്ന് കുറുകി കിട്ടും. പത്തിരിക്ക് കറിക്ക് വേണ്ടിയിട്ട് അത് ശരിയായിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ പൊടി വാട്ടി പിന്നെ പത്തിരി പരത്തി ചുട്ടെടുക്കുകയാണ്. പിന്നെ ഇനി കുറച്ച് സമൂസൻ്റെ പരിപാടിയുണ്ട്. അപ്പോൾ സമൂസൻ്റെ ഓല എൻ്റെ കയ്യിലില്ല. അപ്പോൾ ഞാൻ ഗോതമ്പ് മൈദപ്പൊടിയും കൂടെ തിളച്ച വെള്ളത്തിൽ കുഴച്ച് നമ്മൾ ചപ്പാത്തിക്ക് പരത്തിയെടുക്കൂലേ, അങ്ങനെ പരത്തി പ്രസ്സാക്കിയിട്ട് അങ്ങനെ ഫില്ലാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. സമൂസൻ്റെ ആകൃതി തന്നെയാണ്, ഷേപ്പിനൊന്നും മാറ്റില്ല. ഷീറ്റല്ല എന്ന് മാത്രം, ഷീറ്റ് ഈ പ്രാവശ്യം വാങ്ങിയിട്ടില്ല, വാങ്ങണം. ഇതുവരെ വാങ്ങിയിട്ടില്ല അതന്നെ. പിന്നെ പൊലച്ചക്കുള്ള ചീരക്കറിയാണ് കേട്ടോ, ചീര താളിക്കാന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഇത് റോഡ് സൈഡൊക്കെ ഉണ്ടാവില്ല, ടൗണിൽ പോയപ്പോൾ അങ്ങനെ വാങ്ങിയതാണ്. റോഡ് സൈഡിൽ ഇങ്ങനെ വണ്ടിയിലൊക്കെ ഇങ്ങനെ വെക്കാൻ വെച്ചിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ അത് ഒരു കെട്ട് അങ്ങനെ വാങ്ങിയത്. അപ്പോൾ 2 ദിവസത്തിനുള്ളത്
അങ്ങനെ മാറ്റി വെക്കുകയാണ്. തണ്ട് മാറ്റിയിട്ട് ഇലൻ്റെ ഭാഗത്ത് മാത്രം എടുത്തിട്ട് അങ്ങനെ മാറ്റി വെക്കുകയാണ്. നല്ല ഫ്രഷ് ചീരയാണ് കേട്ടോ, പുതിയ ചീരയാണ്. അപ്പോൾ അങ്ങനെ പിന്നെ ചോറിനുള്ളത് വെള്ളം തിളച്ചിട്ടുണ്ട്, അതിലേക്ക് അരി ഇട്ടിരിക്കുകയാണ്. ഇത് നമുക്ക് പൊലച്ചക്കുള്ള ചോറാട്ടോ. അപ്പോൾ നോമ്പറക്കലൊക്കെ കഴിഞ്ഞിട്ടുമ്പോഴത്തേന് ഇത് വെന്ത് കിട്ടും. ഊറ്റി വെച്ചാൽ മതിയല്ലോ. പിന്നെ എൻ്റെ ത്വാഹക്ക് കിട്ടിയ ട്രോഫിയാണ് കേട്ടോ അത്. അവന് ആനുവൽ ഡേക്ക് അവന് ഡാൻസ് ഉണ്ടായിരുന്നു, അപ്പോൾ അതിന് കിട്ടിയ ട്രോഫിയാണ്. എൻ്റെ കാക്ക വന്നപ്പോൾ അവന് അത് കാണിച്ചു കൊടുക്കുകയാണ്. അത്രയൊക്കെ ഉള്ളൂ എൻ്റെ വീഡിയോ. നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.